മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ഈ നാട്ടിലെ ഈ പ്രദേശത്തുള്ള ആളുകളെ നമ്മൾ പറഞ്ഞറിയിക്കേണ്ടതില്ല. അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ഇരുട്ട് മൂടിക്കടന്നിരുന്ന ഈ പ്രദേശത്തെ ആ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും സാമൂഹിക തിന്മകളിൽ നിന്നുമൊക്കെ മോചിപ്പിക്കുവാനുള്ള കഠിനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഈ മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോഴും ശക്തമായി KNM-ന്റെയും പോഷക ഘടകങ്ങളുടെയും കീഴിൽ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയാണ്. ശിർക്കും അന്ധവിശ്വാസങ്ങളും മനുഷ്യന്റെ മനസ്സിലേക്ക് കയറി വരികയും മനുഷ്യന്റെ വിശ്വാസത്തേക്ക് തകർക്കുവാനുള്ള ഗൂഢമായ ശ്രമങ്ങൾ പിശാചിന്റെ ഭാഗങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്നത് പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിശാചിനോട് ധർമ്മസമരം നടത്തുകയും ദേഹേച്ഛകളിൽ നിന്ന് മനസ്സിനെ വിലക്കി നിർത്തുകയും ചെയ്യുന്ന നല്ല ആളുകൾക്കാണ് അള്ളാഹു നാളെ സ്വർഗം സംവിധാനിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് നമ്മെ വിചാരണക്കെടുക്കുന്ന വേളയിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ ശേഷി അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ കഴിവിന്റെ പരമാവധി നാം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അവനെ തൃപ്തിപ്പെടുത്തുവാൻ അവനോട് ബോധിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളും ക്യാമ്പുകളും പഠന പ്രവർത്തനങ്ങളും ഒക്കെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമ്മേളനത്തോട് കൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും നിന്നു പോകുകയല്ല, മറിച്ച് ഒന്നുകൂടെ ശക്തമായി ശാഖകൾ മുന്നോട്ട് പോകുവാനുള്ള ഒരു ആർജവും കരുത്തുമാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു എവിടൊക്കെ ആളുകൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ബാധ്യത നമുക്കൊക്കെ ഉണ്ട്. നമുക്ക് കൂടുതൽ പുണ്യം ലഭിക്കുന്ന ദഅവത്താണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരത്തിന് ഇസ്ലാമിന്റെ സരണീയ ദുനിയാവും ഉത്തമമാണ്, ഉദാത്തമാണ്, ഏറ്റവും നല്ലതാണ് എന്ന പ്രവാചകന്റെ വചനം ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശാഖകൾ കേന്ദ്രീകരിച്ച്, നമ്മുടെ മഹല്ലത്തുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ പ്രതിദാനം ചെയ്യുന്ന ചുറ്റുഭാഗങ്ങളിലൊക്കെ ദഅവത്തിന്റെ പ്രവർത്തനവുമായി ശക്തമായി മുന്നോട്ട് പോകുവാനുള്ള ഒരു ആവേശമായി ഈ സമ്മേളനം മാറണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഈ സദസ്സിനോട് ഉത്ബോധിപ്പിക്കാനുള്ളത്. ഒരിക്കലും നമ്മുടെ സമ്മേളനം കഴിഞ്ഞതോടുകൂടി പ്രവർത്തനങ്ങൾ നിന്നുപോകുന്ന, നിലച്ചുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുവാനും ഇതിലേറെ ശക്തമായിട്ട് ദഅവത്തുമായി മുന്നോട്ട് പോകുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി ഒരുപാട് പണ്ഡിതന്മാര് നമ്മെ അഭിമുഖീകരിക്കാനുള്ളത് കൊണ്ട് ഈ ആമുഖ ഭാഷണം നീട്ടുന്നത് ഒരിക്കലും ഉചിതമല്ലാത്തതുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. പുറത്തു നിൽക്കുന്ന എല്ലാ സഹോദരന്മാരും ഈ സദസ്സിലേക്ക് കയറിയിരിക്കണം എന്നുകൂടെ ഉണർത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ISM മേഖലാ സെക്രട്ടറി അക്ബർ സലാഹിയെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അക്ബർ സലാഹി 2 വാക്കുകൾ സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. സഹോദരങ്ങളെ, നമ്മുടെ പ്രോഗ്രാമിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സെഷനിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഒരു സമ്മേളനത്തിന് ISM മേഖലാ കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മോട് മാനവികതയെ ജീവിതമാക്കിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിഷയത്തിൽ ഇടക്കരയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. إن الحمد لله حمدا طيبا كثيرا مباركا فيه غافر الذنب قابل التوب سريع الحساب شديد العقاب نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلم تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر
الآخرة وذكر الله كثيرا. പണ്ഡിതരെ, നേതാക്കളെ, റഹ്മത്തുള്ളാഹി വബറകാതുഹു, ജീവിതമാക്കിയ മുഹമ്മദ് നബി സല്ലല്ലാഹു ഏത് വീക്ഷണകോണിലൂടെ നോക്കിയാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അന്വർത്ഥമാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. മദീന തെരുവീഥിയിലൂടെ ഒരു ജൂതന്റെ ജഡവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. വിലാപയാത്ര അടുത്തു വന്നപ്പോൾ എണീറ്റ് നിന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഘം കണ്ണിൽ നിന്ന് മറയുന്നതുവരെ തൽസ്ഥാനത്ത് നിൽക്കുകയും മറഞ്ഞു കഴിയുമ്പോഴേക്ക് കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകാൻ തുടങ്ങുകയും ചെയ്തത് കണ്ടപ്പോ സ്വഹാബാ കിറാമുകൾ ചോദിക്കുന്നു, എന്തിനാണ് പ്രവാചകനെ താങ്കൾ എണീറ്റ് നിൽക്കുന്നത്? അതൂരമയില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ലോകത്തുള്ള സകലമാന മനുഷ്യരും ആദമിൽ നിന്നും പടക്കപ്പെട്ടതാണെന്നും ആ മനുഷ്യരെയെല്ലാം മനുഷ്യരായിക്കൊണ്ട് തന്നെ കാണണമെന്നും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ലോകത്തെ പഠിപ്പിച്ച പടച്ച തമ്പുരാന്റെ അനുഗ്രഹമായി അതല്ലെങ്കിൽ ദൃഷ്ടാന്തമായി മനുഷ്യരെ വ്യത്യസ്തങ്ങളായ നിറങ്ങളിലും രൂപങ്ങളിലും ആകാരങ്ങളിലും പ്രകൃതികളിലും സംസാര ശൈലികളിലും കൊണ്ട് മറ്റുള്ളവരിൽ നിന്നും തിരിച്ചറിയാൻ വേണ്ടി മാത്രം അവന് നൽകിയിരിക്കുന്ന പ്രത്യേകതകളാണെന്നും യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരെയും ഒരേ കണ്ണുകൾ കൊണ്ട് കാണേണ്ടതാണെന്നും പഠിപ്പിച്ച ഖുർആനിക വചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണെന്നും നിങ്ങളെ വ്യത്യസ്തങ്ങളായ വർണ്ണങ്ങളും വ്യത്യസ്തങ്ങളായ ആകാരങ്ങളും വ്യത്യസ്തങ്ങളായ പ്രകൃതികളും വ്യത്യസ്തങ്ങളായ സ്വഭാവ രീതികളും വ്യത്യസ്തങ്ങളായ സംസാര ഭാഷകളും ശൈലികളുമെല്ലാം ആക്കി തീർത്തിരിക്കുന്നത് കോടാനുകോടി ജീവിച്ചിരിക്കുന്നതായ മനുഷ്യരിൽ നിന്നും നിങ്ങളെ ഒരാളെ പ്രത്യേകമായി കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണെന്നും അത് പടച്ചതവന്റെ ഉദാഹരണമൊപ്പിച്ച് മാനവരെല്ലാവരും ഒരേ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ഭൂതമായിട്ടുള്ള തറവാട്ടിലെ മക്കളാണെന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനോളം മാനവികത എന്തെന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരാളും ഒരുപക്ഷെ കഴിഞ്ഞു പോയിട്ടുണ്ടാവില്ല ചരിത്രത്തിൽ. ഒരുപാട് ചരിത്രത്തിൽ സ്വാധീനം നേടിയ, ചരിത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടി എന്ന് നമ്മൾ പുസ്തകങ്ങളിൽ വായിക്കാറുള്ള, ചരിത്രത്തിന്റെ ആഖ്യാനങ്ങളിൽ കാണാറുള്ള മഹൽ വ്യക്തിത്വങ്ങൾ എടുത്തു നോക്കിയാലും ആ വ്യക്തിത്വങ്ങൾക്കൊന്നും തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കി തീർത്തതുപോലെയുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കി തീർക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്.
ചരിത്രത്തിലെ നായകന്മാരായിക്കൊണ്ട് കഴിഞ്ഞുപോയ മഹൽ വ്യക്തിത്വങ്ങൾക്ക് അവർ ജീവിച്ചിരുന്നതായ കാലഘട്ടത്തിൽ ഒരുപക്ഷെ അവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം, ആളുകൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ടാവാം, അനുയായി വൃന്ദങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടാവാം. പക്ഷേ അവരുടെ മരണത്തോടെ അവർ ചരിത്രത്തിന്റെ പുറംപോക്കിലേക്ക് തള്ളപ്പെടുകയും ചരിത്ര പുസ്തകങ്ങളിൽ മാത്രം പഠിപ്പിക്കപ്പെടുന്ന വായിക്കപ്പെടുന്ന പരീക്ഷയ്ക്ക് കുട്ടികൾക്ക് ഉത്തരവെഴുതാൻ വേണ്ടി മാത്രമുള്ള ചില ചരിത്രങ്ങളായി അത് മാറ്റി മറിക്കപ്പെടുന്നതും നമ്മുടെ മുൻപിലുള്ളതായ അങ്ങനെയല്ല. ലോകത്ത് സ്വാധീനമുണ്ടാക്കിയ ഒരൊറ്റ വ്യക്തിക്കും ഇന്ന് ആ രീതിയിൽ ജീവിച്ചിരിക്കുന്നതായ ഒരു അനുയായി നല്ല വാക്കുവാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി 1.5 സഹസ്രാബ്ദം ആ പ്രവാചകന് വേണ്ടി ജീവൻ നൽകുവാനും തയ്യാറുള്ള ആയിരങ്ങളല്ല പതിനായിരങ്ങളെ നിർത്തുവാൻ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്, അദ്ദേഹം ഉയർത്തിപ്പിടിച്ചതായ ആ മാനവിക മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയതായ അനുയായികളെ ഇന്നും ലോകത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത നിരാകരിക്കുവാനാവില്ല. ജീവിതത്തിന്റെ തിക്താനുഭവങ്ങളിലൂടെ കടന്നുപോയി ആരും പരിപാലിക്കാൻ വഴി കാണിക്കുവാൻ, തനിക്ക് നേർവഴി കാണിക്കുവാൻ, തന്നെ അച്ചടക്കത്തോടുകൂടി വളർത്തുവാനുള്ള സ്വന്തം പിതാവില്ലാതെ മാതാവില്ലാതെ വളർന്നു വന്നതായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിനാൽ സംസാരിച്ച് ലോകത്തിന്റെ മുമ്പിൽ എണീറ്റ് നിന്ന് ലോകത്തിന് മുഴുവനും യഥാർത്ഥമായ മാനുഷിക മൂല്യങ്ങൾ എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തത്വസംഹിതയായി ലോകത്തിന്റെ മുൻപിൽ മാനവികതയെ പറഞ്ഞു കൊടുക്കാതെ അത് ജീവിതത്തിന്റെ ഒരു മാർഗരേഖയാക്കി ഒരു ടോപ്യൻ സിദ്ധാന്തമല്ല, ഒരു സാങ്കല്പിക സിദ്ധാന്തമല്ല, ലോകത്ത് മനുഷ്യർക്ക് ജീവിച്ച് കാണിക്കുവാൻ പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നതായ തത്വശാസ്ത്രമാണെന്ന് ജീവിതം കൊണ്ട് ലോകത്തെ പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയാ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് പ്രവാചകന്റെ മാനവികതയെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കാൻ, എത്ര വേണമെങ്കിലും ചരിത്ര രചനകൾ നടത്തുവാൻ മാത്രം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് വിട്ടേച്ചു പോയിട്ടുള്ളത് അറിയാമല്ലോ നമുക്ക്. പ്രബോധന കർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടയാനുള്ള എല്ലാ മാർഗങ്ങളും മക്കാ മുശ്രിക്കുകൾ അവലംബിച്ച് പരാജയപ്പെട്ട് ഒടുവിൽ പ്രവാചകന് സംരക്ഷണം നൽകുന്ന അബൂ ത്വാലിബിനെ സന്ദർശിച്ച് തടയണമെന്ന് ആവശ്യപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ മരണം വരെ പിന്മാറില്ല എന്ന് പറഞ്ഞപ്പോ പ്രവാചകന് സപ്പോർട്ട് നൽകിയതായ പിതൃവ്യൻ മരണത്തിന്റെ വേളയിൽ പ്രവാചകൻ ചെന്നുകൊണ്ട് കരഞ്ഞു പറയുന്നുണ്ട് പിതൃവ്യനോടൊന്ന് ഇതിലേക്ക് കടന്നു വരാൻ. അതിനാവാതെ മുസ്ലിമാകാതെ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന അബൂ ത്വാലിബ് തനിക്ക് സാമ്പത്തികമായ സഹായം നൽകിയിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ 2 താങ്കളും നഷ്ടപ്പെട്ടപ്പോ തായിഫിലേക്ക് സഹായം അന്വേഷിച്ചു പോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആട്ടിപ്പായിക്കുന്ന കല്ലെറിഞ്ഞോടിക്കുന്ന തായിഫുകാർ ഞാന് ആലംബം സഹായിച്ചതാണ് വിവരം. മക്കക്കാരെ നിങ്ങളൊന്ന് അറിയിക്കാതിരിക്കുകയെങ്കിലും ചെയ്യണമെന്നുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനവും വിലക്കാതെ തെരുവ് പിള്ളേരെ വിട്ട് എറിത്തകളെ പറഞ്ഞയക്കുന്ന രംഗം ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പർവ്വതങ്ങളുടെ മാലാഖ, അള്ളാഹു എന്നെ പറഞ്ഞയച്ചിരിക്കുക ഈ 2 പർവ്വത കൂട്ടങ്ങൾക്കിടയിലിട്ട് ഈ തായിഫ് എന്ന ഈ ജനങ്ങൾ ഈ ഒരു നാഗരികത അങ്ങനെ തന്നെ ഇല്ലാതാക്കാൻ താങ്കളൊന്ന് സമ്മതം മൂളിയാൽ മതി. അറിയാം നമുക്ക് ചരിത്രം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു വിടുന്നത് എന്താ? ഇല്ല, അവർക്ക് പുറത്തു കൊടുക്കണം തമ്പുരാനെ. വഹും ലാ യഅലമൂൻ. അറിയാതെ ചെയ്തു പോയതാണ് തമ്പുരാനെ, പുറത്തു കൊടുക്കണം നാഥാ. നാളെ ഈ ആദർശത്തിനെ പിന്താങ്ങുവാൻ, ഈ ആദർശത്തിന്റെ പതാകവാഹകരായിക്കൊണ്ട് ഈ പ്രദേശത്ത് നിന്നുള്ള ആളുകൾ കടന്നു വരാനുണ്ട് എന്ന് പറഞ്ഞ് പടച്ച തമ്പുരാന്റെ കാരുണ്യത്തിലേക്ക് അവരെ വിട്ടുകൊടുക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആണ് നാം കാണുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട്
പ്രതികരിക്കാനുമുള്ള അവസരമുണ്ടായിട്ട്, അതിനുള്ളതായ കഴിവുണ്ടായിട്ട്, അതിനുള്ളതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അതൊരു പ്രതികാരാത്മക രീതിയിൽ എടുക്കാതെ സമൂഹത്തിന് നന്മയുണ്ടാവുന്ന രീതിയിൽ മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ 70ഓളം ശത്രുക്കളെ അടിമകളായി യുദ്ധത്തടവുകാരായി പിടിച്ചിട്ടും അവരെ യാതൊരു രീതിയിലുള്ള അത്തരം രീതിയിലുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയരാക്കാതെ എണ്ണം വാങ്ങി വിട്ടയക്കുന്ന പ്രവാചകൻ, അത് കൊടുക്കാനില്ലാത്തവരായ ആളുകൾക്ക് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് അല്ലെ. അറിവുള്ളവർ ആ അറിവ് പകർന്നു കൊടുത്തുകൊണ്ട് അതെങ്കിലും ദണ്ഡമായി സ്വീകരിച്ചുകൊണ്ട് അവർക്ക് മോചനം നൽകിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം മറ്റുള്ള ശത്രുക്കൾക്ക് മാത്രമല്ല, കൂടെയുള്ളവരായ സമൂഹത്തിനും തന്റെ അനുയായികളായിട്ടുള്ളവരായ ആളുകളോടും സദാസമയവും പുറത്തു കൊടുത്ത് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് അവരിൽ ഒരാളായി ജീവിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിന്റെ രണാങ്കണം നമുക്കറിയാം. ഉഹുദ് യുദ്ധത്തിനായി, ബദറിന്റെ പ്രതികാരമായി മക്കാ മുശ്രിക്കുകൾ യുദ്ധത്തിനായി കൊണ്ട് പുറപ്പെടുന്ന ഒരു സന്ദർഭം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മീറ്റിംഗ് വിളിച്ചു സഹാബികളുടെ. റസൂൽ പറഞ്ഞു, നമുക്ക് മദീനക്ക് പുറത്തു പോണ്ട, ഇവിടെ നിന്നാ മതി, ശത്രുക്കൾ ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് അവരെ നേരിടാം. പക്ഷെ ബദറിന്റെ രണാങ്കണത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചിട്ടില്ലാത്ത ചെറുപ്പക്കാരായ, രക്തത്തിളപ്പുള്ളതായ ചെറുപ്പക്കാരായ മദീനയിൽ അൻസാരികൾ പറഞ്ഞു, പാടില്ല, നമുക്ക് മദീനക്ക് പുറത്തുപോയി തന്നെ അവരെ നേരിടണം പ്രവാചകരെ, നമ്മളങ്ങനെ ഭീരുക്കളാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടാകാൻ പാടില്ല, അവിടേക്ക് ചെന്നവരെ അടിക്കണം. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിനനുസരിച്ച് തീരുമാനമായി. പുറപ്പെടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, നമുക്കറിയാം ആ സംഭവം. ഉഹുദിന്റെ പര്യവസാനം എന്നുള്ളത് മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളായി കൊണ്ട് പരിണയിക്കുകയാണ്. ഒരുപാട് മുസ്ലിമീങ്ങൾ, നേതാക്കന്മാരായ പ്രധാനപ്പെട്ടവരായ ആളുകൾ കൊല്ലപ്പെടുകയാണ്. മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണ്. പക്ഷേ അവിടെ നമ്മൾ അറിയേണ്ടത്, രണ്ട് നിലക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ നിൽക്കാത്തവരായ ആളുകളായിരുന്നു അവർ. അതിനാലാണത് സംഭവിച്ചതെന്ന് ഒരൊറ്റ തവണ പോലും അവരോട് പറയാതിരുന്ന പ്രവാചകൻ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, റസൂലെ നിങ്ങൾ പറഞ്ഞതിന് ശരി, നമുക്ക് മദീനക്ക് പുറത്തു പോകണ്ട. അതിന് റസൂൽ എന്താ പറഞ്ഞത്? ഒരു പ്രവാചകൻ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ വിജയം വരിക്കുകയോ അതിൽ മരണപ്പെടുകയോ ചെയ്യുന്നത് വരെ പിന്നോട്ടില്ല. അല്ലെ, ഭൂരിപക്ഷം തീരുമാനിച്ച കാര്യം ഏതോ അതിന്റെ ഒപ്പമാണ് നമ്മളുടെയും തീരുമാനം നിൽക്കേണ്ടത്. അല്ലെ, എന്റെ തീരുമാനമല്ല, ഞാൻ പറഞ്ഞ അഭിപ്രായമല്ല. അല്ലെ, അവിടെ അനുയായികളുടെ മുഴുവനും അഭിപ്രായങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ട് തീരുമാനങ്ങളെടുത്ത് അതിലുറച്ചു നിൽക്കുന്ന പ്രവാചകൻ തീരുമാനമെടുത്താ പിന്നെ ബാക്കി പടച്ചവന് വിട്ടുകൊടുക്കുക. അല്ലെ, നിങ്ങൾ കാര്യങ്ങളുമായി കൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പഠിപ്പിച്ച പ്രവാചകൻ. യുദ്ധത്തിന്റെ പര്യവസാനം പ്രയാസകരമായിരുന്നിട്ടും അതിന് കാരണക്കാരായ ഒരൊറ്റ സഹാബിയോടും ഒരു വാക്കുകൊണ്ട് പോയിട്ട് ഒരു നോക്കുകൊണ്ട് പോലും അതിനെ വിമർശിക്കാത്ത പ്രവാചകൻ, ചോദ്യം ചെയ്യാതിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും ചോദിച്ചോ? ഞാൻ അപ്പൊ തന്നെ പറഞ്ഞില്ലേ മദീന വിട്ടു പോണ്ടാന്ന്? ചോദിച്ചില്ല പ്രവാചകൻ. ഞാൻ പറഞ്ഞത് കേൾക്കാഞ്ഞിട്ടാണ് സംഭവിച്ചതെന്ന്, എന്റെ അനുയായികളെ ധിക്കാരം കാണിച്ചിട്ടാണ് സംഭവിച്ചതെന്ന് ഒരിക്കൽ പോലും ആ പ്രവാചകൻ പറഞ്ഞില്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ആ പ്രവാചകനെ പറ്റി അങ്ങനെ തന്നെ പറഞ്ഞത് എന്താ? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്. പ്രവാചകരെ, പടച്ചതമ്പുരാന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് അങ്ങേക്ക് അവരോട് വളരെ ലോലമായി കൊണ്ട് പെരുമാറാൻ സാധിച്ചത്. വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്. താങ്കളെങ്ങാനും കഠിന സ്വഭാവമുള്ളവൻ, പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നെങ്കിൽ ഈ ചുറ്റുപാട്, താങ്കളുടെ ചുറ്റുപാടിൽ നിന്നും ഈ അനുയായികൾ എന്നെ താങ്കളെ വിട്ടുപോകുമായിരുന്നു. പടച്ചോൻ കൊടുത്ത സർട്ടിഫിക്കറ്റാ അള്ളാന്റെ റസൂലിനെ കുറിച്ച്. ഇത്രമാത്രം കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിട്ടും പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ഒരൊറ്റ അനുയായിയെ പോലും അള്ളാന്റെ റസൂല് കുറ്റപ്പെടുത്തിയില്ല. സ്വന്തം അനുയായികളെ മുഖവിലക്കെടുത്തുകൊണ്ട് അവരെ കൂടെ നിർത്തിക്കൊണ്ട് ഇസ്ലാമിക പ്രബോധന മാർഗവുമായി കൊണ്ട് മുന്നേറിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, ചരിത്രത്തിന്റെ താളുകളിൽ
തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട മക്കാ വിജയത്തിന്റെ രംഗം നമുക്കറിയാം. എത്രമാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാനവികത എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതേ രീതിയിലുള്ളതായ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അധികാര കൈമാറ്റം നടത്തിയതായ ചരിത്രത്തിന്റെ വിപ്ലവ മാർച്ചുകളിലേക്ക്, അതല്ലെങ്കിൽ അത്തരത്തിലുള്ളതായ മുന്നേറ്റങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. മറ്റൊന്ന് മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കാം. റഷ്യൻ വിപ്ലവം. സാർ കുടുംബം ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാർ ചക്രവർത്തിമാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് സോവിയറ്റ് റഷ്യയെ. അവിടേക്ക് മാനുഷിക മൂല്യങ്ങളുടെ ശാക്തീകരണത്തിനായിക്കൊണ്ട് ഉദയം ചെയ്തതായ കമ്മ്യൂണിസ്റ്റുകളുടെ വിപ്ലവം അതിന്റെ അന്ത്യ നിമിഷങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് അവസാനമായി കൊണ്ട് മാർച്ച് നടത്തുകയാണ് കമ്മ്യൂണിസ്റ്റുകൾ. കൊട്ടാരത്തിലെത്തി അവിടെ ഉണ്ടായിരുന്ന സകലമാന പട്ടാളക്കാരെയും വധിച്ചു കളഞ്ഞ്, സാർ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും വധിച്ചു കളഞ്ഞ് കൊട്ടാരത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? ചരിത്രത്തിൽ കാണാം. ആ അന്വേഷണത്തിൽ അവർ കാണുന്നു. അവർ റൂമിലേക്ക് കയറി ചെല്ലുമ്പോ ഒരു കൊച്ചു കുഞ്ഞതാ പുഞ്ചിരിയോടുകൂടി റൂമിലേക്ക് കടന്നു വന്ന പട്ടാളക്കാര് കരച്ചിൽ കേട്ട് ചെന്ന് നോക്കുമ്പോ ഒരു കൊച്ചു കുഞ്ഞ് കരയുകയാണ് ആ റൂമിലിരുന്ന്. റൂമിലേക്ക് ആളുകൾ കടന്നു വന്നത് കണ്ടപ്പോ പുഞ്ചിരിക്കുന്ന ഒരു ചെറിയ കുഞ്ഞ്. സാർ കുടുംബത്തിന്റെ അവസാനത്തെ കണ്ണി. മാനുഷിക മൂല്യങ്ങളുടെ ശാക്തീകരണത്തിന് വേണ്ടി ലോകത്തുദയം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഓർഡർ ഇട്ടത് എന്താണെന്നറിയോ? ഫിനിഷ് ഹിം, കൊന്നുകളയണം. ആരെ? ചെറിയ പിഞ്ചു പൈതലിനെ, തങ്ങളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്ന ആ കുഞ്ഞിനെ കൂടി കൊന്നുകളഞ്ഞുകൊണ്ടാണ് വിപ്ലവം പൂർണ്ണമാക്കിയത്. എന്തേ കാരണം പറഞ്ഞതെന്നോ? സാർ കുടുംബത്തിന്റെ അവസാനത്തെ കണ്ണിയ വെറുതെ വിട്ട തിരിച്ചു വന്ന് അധികാരം പിടിച്ചെടുക്കാനുള്ളതായ തന്ത്രങ്ങൾ മെനയും. അതുകൊണ്ട് കൊന്നുകളയണം. അവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രക്തരഹിത വിപ്ലവത്തിലൂടെ മക്ക തിരിച്ചു പിടിച്ചുകൊണ്ട് അവിടെ പിടികൂടപ്പെട്ടതായ യുദ്ധ തടവുകാരോട് ആ പ്രവാചകൻ കാണിച്ചതായ കാരുണ്യത്തിന്റെ പ്രവാഹം ചരിത്രത്തിൽ വേറൊരിടത്ത് നമുക്ക് കാണാൻ കഴിയില്ല. എവിടെയില്ല അല്ലേ? അവര് പോലും പേടിച്ചു നിൽക്കുക. ആരൊക്കെ ഉണ്ടാ കൂട്ടത്തില്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന വഴികളിൽ കല്ലും മുള്ളും വാരി വിതറിയവർ, പ്രവാചകന്റെ കരുത്തിലേക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ കൊണ്ടുവന്നിട്ടവർ, പ്രവാചകന്റെ കരുത്തിൽ മുണ്ടുമുറുക്കി കൊല്ലാൻ ശ്രമിച്ചവർ, പ്രവാചകന്റെ ഒരുപാട് അനുയായികളെ അതിക്രൂരമായി കൊണ്ട് കൊന്നുകളഞ്ഞവർ, പ്രവാചകനെ കൊല്ലാനായിക്കൊണ്ട് വീട് വളഞ്ഞവർ, പ്രവാചകൻ താമസിക്കുന്ന മദീനയിലേക്ക് ഓടിപ്പോയിട്ടും അവിടെയും ചെന്ന പ്രവാചകനെ നശിപ്പിക്കാനായിക്കൊണ്ട് യുദ്ധങ്ങൾ നടത്തിയവർ എല്ലാവരും നിരന്നു നിൽക്കുക അല്ലെ? നമുക്കറിയാം സംഭവം. ഞാൻ വെറുതെ വിശദീകരിക്കല്ല. എന്താ അല്ലാഹുവിന്റെ റസൂല് അവരോട് പറയുന്നത്? നിങ്ങൾ പോയിക്കോളൂ. ഇദ്ഹബൂ അൻതും തുലഖാ. എവിടെ നമുക്ക് കാണാം ഇത്തരം ഒരു മാനവികത, മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രഖ്യാപനം ലോകത്ത് വേറെ എവിടെ കാണാം? ഇവരെ വെറുതെ വിട്ട ഇവരിനെ ശക്തി സംഭരിച്ചുകൊണ്ട് തിരിച്ചു വന്ന് ഇസ്ലാമിക രാജ്യത്തെ കീഴടക്കിക്കൊണ്ട് ഞങ്ങളെ ഇല്ലാതാക്കിക്കളയുമെന്നുള്ള ഭയം പ്രവാചകനില്ല. പ്രവാചകനെ നാട് കടത്താമെന്നുള്ള നശിപ്പിക്കുന്ന സന്ദർഭത്തിൽ മക്കാമുഷീഖ് നടത്തിയ ഗൂഢാലോചനയിൽ പ്രവാചകനെ നമുക്കിവിടെ നിന്ന് നാട് കടത്താന്ന് പറഞ്ഞപ്പോ അവരെന്നെ പറഞ്ഞ ന്യായ വേണ്ട, അവിടെ പോയി ശക്തി സംഭരിച്ച് തിരിച്ചു വന്ന് നമ്മൾ ആക്രമിക്കുന്നു. പക്ഷേ അതേ ചിന്ത പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ ഉണ്ടാവുന്നില്ല. വെറുതെ വിടുന്നു. ആ സമൂഹത്തിലെ മുഴുവൻ അംഗങ്ങളെയും അല്ലെ സ്വതന്ത്രരാക്കി വിട്ടു. ബാക്കി ചരിത്രത്തിന്റെ ശേഷിപ്പുകളാ. കുത്തൊഴുക്കായിരുന്നു ഇസ്ലാമിലേക്ക്. തന്നെ എതിർത്തവരെയും തന്നെ പീഡിപ്പിച്ചവരെയും തന്നെ കഷ്ടപ്പെടുത്തിയവരെയും തന്നെ ജീവിക്കാൻ അനുവദിക്കാതെ തന്റെ പ്രബോധന മാർഗത്തിൽ എല്ലാ തടസ്സങ്ങളും തീർത്തതായ മുഴുവൻ ആളുകളിൽ ഒരാളെ പോലും ഏതെങ്കിലും തരത്തിലുള്ളതായ ഒരു പ്രതികാര നടപടിക്ക് വിധേയമാക്കാതെ അവരെ മുഴുവനും സ്വതന്ത്രമാക്കുന്നതായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാ അതിനുശേഷം ഇസ്ലാമിലേക്ക് അമുസ്ലിമീങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടായത്.
إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا കൂട്ടം കൂട്ടമായി ഒന്നാകെ ഇസ്ലാമിലേക്ക് അതാ തിരമാലകൾ പോലെ അവർ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു. ആർക്കെതിരെ ഒന്നും ചെയ്യണില്ല അല്ലേ? ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ ഇസ്ലാം സ്വീകരിക്കുക. ഒറ്റ സംഭവം മാത്രം പറയാം, എന്ത്? അതേപോലെ തന്നെ വഹ്ശിയും പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കും. അള്ളാന്റെ റസൂൽ മുഖം തിരിച്ചു കളഞ്ഞു. തന്റെ പിതൃവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ സങ്കടം സഹിക്കാൻ കഴിയാതെ പ്രവാചകൻ മുഖം തിരിക്കുന്നു. പ്രവാചകന്റെ അവിടേക്കും ചെന്നു അല്ലെ, ഷഹാദത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പ്രവാചകൻ അവരോട് പറഞ്ഞു, വഹ്ശി എന്റെ മുൻപിൽ നിന്നൊന്ന് മാറിയിരിക്കണം. എന്റെ പിതൃവിനെ കുറിച്ചുള്ളതായ ഓർമ്മകൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരും നിന്നെ കാണുമ്പോ. അതുകൊണ്ട് എന്റെ കൺമുമ്പിൽ നീ ഇരിക്കല്ലേ. അതിയായ സങ്കടം സഹിക്കവയ്യാതിരുന്നിട്ടും തന്റെ പിതൃവിനെ അതിക്രൂരമായി കൊണ്ട് കൊന്നതായ ആ വഹ്ശിയെയോ അതിന് കാരണക്കാരിയായ ഹിന്ദിനെതിരെയോ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഓലൊക്കെ ഇസ്ലാമിലേക്ക് വന്നു അല്ലെ. അവര് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ഇസ്ലാമിലേക്ക് വന്നില്ലേ, ഞങ്ങൾ അതെല്ലാം പടച്ചതമ്പുരാനോട് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകരെ, അങ്ങ് ഞങ്ങളെ സ്വീകരിക്കണം അല്ലെ. പൂർണ്ണ മനസ്സോടെ തന്റെ സഹാബികളുടെ ഗണത്തിലേക്ക് ആ രണ്ട് കൂട്ടരെയും സ്വീകരിക്കുന്ന ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ വേറെ എവിടെയും നമുക്ക് അങ്ങനെ ഒന്ന് കാണാൻ സാധിക്കൂല അല്ലെ. അത്രമാത്രം ലോകത്തിന്റെ മുമ്പിൽ എന്താണ് മാനവികത എന്ന് പഠിപ്പിച്ചു കൊടുത്തതായ ആ പ്രവാചകൻ മദീനയിൽ ഭരണാധികാരിയായിക്കൊണ്ടിരിക്കുമ്പോഴും അതേ നടപടിക്രമങ്ങൾ തന്നെ പാലിച്ചു പോന്ന പ്രവാചകൻ. വ്യത്യാസങ്ങളില്ല. നമുക്കറിയാവുന്ന സംഭവ, ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാൾ മോഷണം നടത്തി. അത് പിടിക്കപ്പെടുമെന്നായപ്പോ മോഷണ വസ്തു തൊണ്ടി മുതൽ ഒരു ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് ആ ജൂതനെ കുറ്റക്കാരനാക്കിയ ഒരു സംഭവം നമുക്കറിയാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലുള്ള അന്വേഷണവും തൊണ്ടി മുതൽ കണ്ടെടുക്കലും ശിക്ഷയ്ക്ക് ആ ജൂതൻ വിധേയമാക്കപ്പെടുമെന്നുള്ളതായ സന്ദർഭം വരുമ്പോ അതാ വാനലോകത്തു നിന്നും പടച്ച തമ്പുരാന്റെ ഇടപെടൽ ഉണ്ടാവുകയാണ്. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ലിതഹ്കുമ ബൈനൻ നാസി ബിമാ അറാകല്ലാഹ് വലാ തകുൽ ലിൽ ഖായിനീന ഖസീമാ. അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാവുകയാണ്. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്, സത്യസന്ധമായി കൊണ്ടിതാ ഈ വേദഗ്രന്ഥത്തെ ഞാൻ താങ്കളിലേക്ക് ഇറക്കിയിരിക്കുകയാണ് പ്രവാചകരെ. ലിതഹ്കുമ ബൈനൻ നാസ് ബിമാ അറാകല്ലാഹ്, പടച്ച തമ്പുരാൻ താങ്കൾക്ക് കാണിച്ചു തന്നതുപോലെ ആ ജനങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ താങ്കൾ അവർക്ക് വിധി പറഞ്ഞു കൊടുക്കുവാനാണത്. വലാ തകുൻ ലിൽ ഖായിനീന ഖസീമാ, വഞ്ചകന്മാരായ ആളുകൾക്ക് വേണ്ടി വാദിക്കുന്നവരായി പ്രവാചകരെ താങ്കളാകുവാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ സംഭവം പടച്ച തമ്പുരാൻ സൂറത്തു നിസാഇന്റെ 105 മുതലുള്ള വചനങ്ങളിൽ വിശദീകരിക്കുന്നു. ഒരു മുസ്ലിമായ മനുഷ്യനും ജൂതനും തമ്മിലുള്ള പ്രശ്നത്തിൽ, ആരാ ജൂതന്മാർ നമുക്കറിയാലോ, ഇസ്ലാമിന്റെ ഏറ്റവും കൊടിയ ശത്രുക്കളെന്ന് ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞതാണ്. ഏറ്റവും കൊടിയ ശത്രു. പക്ഷേ ആ ജൂതന് പോലും നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല, ന്യായപ്രകാരം മാത്രമേ വിധിക്കപ്പെടാൻ പാടുള്ളൂ എന്നുള്ള കൃത്യമായ ഇസ്ലാമിന്റെ നീതി നടപ്പിലാക്കുവാൻ ആ മുസ്ലിമിനെതിരെ ജൂതൻ അനുകൂലമായി കൊണ്ട് വിധിക്കാൻ ആകാശത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാവുകയാണ്. അവസാനം ആ മുസ്ലിമായി കൊണ്ടറിയപ്പെട്ടിരുന്ന ആള് മുർത്തദ്ദായി പോയി എന്നുള്ളതാ ചരിത്രം. ഇസ്ലാം ഒന്ന് പോയി ശത്രുക്കളോടൊപ്പം കൂടി ഇസ്ലാമിൽ നിന്നും മുസ്ലിമായിക്കൊണ്ട് മരണപ്പെട്ടു പോകേണ്ട വളരെ സങ്കടകരമായ ഒരവസ്ഥ കൂടി അദ്ദേഹത്തിനുണ്ടായി എന്നുള്ളതാണ് വസ്തുത. ഈ പ്രവാചകന്റെ ഈ രീതിയിലുള്ളതായ അധ്യാപനങ്ങൾ പിന്തുടർന്നതായ പ്രവാചകന്റെ അനുയായികളുടെ ജീവിതത്തിലും ഈ ഒരു മാനവികത ദർശിക്കാം. സ്വന്തം ജീവിതം കൊണ്ട് അത് കാണിച്ചു കൊടുക്കുക മാത്രമല്ല, അത് ജീവിതത്തിൽ പകർത്തുന്ന, ജീവിതത്തിൽ കൃത്യമായി കൊണ്ടു നടക്കുന്ന ഒരു തലമുറയെ ലോകത്ത് ബാക്കി വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയത്. നമ്മളിപ്പോഴും കേൾക്കുന്നതാ സുബൈർ അള്ളാഹുവിന്റെ ചരിത്രം. ശത്രുക്കൾ അദ്ദേഹത്തെ കൊല്ലാനായിക്കൊണ്ട് വില കൊടുത്തു വാങ്ങി.
കൊല്ലാനായി കൊണ്ടുപോകാനുള്ള ദിനം തീരുമാനിച്ച് ജയിലിലിട്ട സന്ദർഭത്തിലാ യജമാനന്റെ കുട്ടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നത്. അല്ലെ, ഭാര്യ ഭയപ്പാടോടുകൂടി ഓടിച്ചെന്നു. കാരണം എന്തായിരുന്നാലും നാളെ മരിക്കാനുള്ളതാ. എന്നെ കൊല്ലാൻ പോകുന്ന യജമാനന്റെ കുഞ്ഞിനെ അങ്ങോട്ട് തട്ടിക്കളഞ്ഞിട്ടെങ്കിലും എനിക്കൊരു പ്രതികാരം ചെയ്യാനുള്ള അവസരമാണല്ലോ കിട്ടിയിട്ടുള്ളത് എന്ന് ഹുബൈബെങ്ങാനും ചിന്തിച്ചാലോ? പേടിച്ച് ഓടിച്ചെന്ന് തന്റെ മടിയിൽ വെച്ചിരിക്കുന്ന തന്റെ കുഞ്ഞിനെ വാരിയെടുക്കുന്ന ഉമ്മയോട് അദ്ദേഹത്തിന്റെ മറുപടി, ഉമ്മ, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയാണ്. ഞാൻ കൊല്ലപ്പെടാൻ പോകുന്നു എന്നതിനാൽ എന്നെ കൊല്ലാനിരിക്കുന്ന യജമാനന്റെ മകനെ കൊന്നുകൊണ്ട് പ്രതികാരം ചെയ്യുക എന്നുള്ള രീതി എന്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് അവരോട് കരുണ കാണിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന അധ്യാപനമാ എന്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒന്ന് നുള്ളി നോവിക്കുക പോലുമില്ല നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ. അല്ലേ, സ്വന്തം മക്കളുടെ വേദനയെ പോലെ വേദനിക്കുന്നത് പോലെ അവർ വേദനിക്കുമ്പോഴുണ്ടാവുന്ന പ്രയാസത്തെ പോലെ തന്നെ മറ്റുള്ളവരുടെ മക്കൾ വേദനിക്കുമ്പോഴും മറ്റുള്ളവർ പ്രയാസപ്പെടുമ്പോഴും വേദനിച്ചതായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിജീവിതത്തിൽ പകർത്തിയതായ അനുയായികൾ ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹു വൃദ്ധയായ സ്ത്രീയെ പോയിക്കൊണ്ട് ശുശ്രൂഷിക്കുന്നതും, ഉമർ റളിയല്ലാഹു അൻഹു ഏതോ നാട്ടിൽ നിന്ന് വന്നതായ ഒരു അപരിചിതന് വേണ്ടി രാത്രി ഉറക്കമിളച്ച് ഗോതമ്പ് പാവ് കൊണ്ടുപോയി ചപ്പാത്തി ഉണ്ടാക്കി ചുട്ടെടുക്കുന്നതുമൊക്കെ പാതിരാ കഴിഞ്ഞ സന്ദർഭത്തിലും അടുപ്പിലൂതി തീ കത്തിച്ച് ചപ്പാത്തി ഉണ്ടാക്കി റൊട്ടി ഉണ്ടാക്കി അപരിചിതന് കൊടുക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുമൊക്കെ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തതായ മാനുഷിക മൂല്യങ്ങളെ ജീവിതത്തിൽ പകർത്തിയവരായ അനുയായികളായിരുന്നു. അങ്ങനെ എത്രയെത്ര ചരിത്രത്തിന്റെ താളുകളാണ് നമുക്ക് വായിച്ചെടുക്കുവാൻ ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെയാ മഹാന്മാരായ ആളുകളും മുൻകഴിഞ്ഞവരായ തത്വശാസ്ത്രകാരന്മാരായ ആളുകളുമൊക്കെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അങ്ങനെ തന്നെ പറയാനുള്ളതായ കാരണവും, അല്ലെ, പ്രവാചകനെ കുറിച്ച് അവര് ആ രീതിയിൽ പ്രഖ്യാപനങ്ങൾ നടത്തുവാനും കാരണം അത് തന്നെയാണ്. ആ പ്രവാചകൻ ലോകത്തിന് മുമ്പിൽ ഈ രീതിയിലുള്ളതായ മാനവികത കൃത്യമായി കൊണ്ട് ഉയർത്തിപ്പിടിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാ നമ്മളെപ്പോഴും കേൾക്കുന്നതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തെ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയതായ 100 ആളുകളെ കുറിച്ചുള്ള ബുക്ക് രചിച്ചപ്പോ ക്രിസ്ത്യാനിയായ മൈക്കൽ എച്ച് ഹാർട്ട് ആ പുസ്തകത്തിൽ ഒന്നാമതായിക്കൊണ്ട് പ്രവാചകനെ ഉൾപ്പെടുത്തി. എന്തുകൊണ്ടാണ് ആ പ്രവാചകനെ ഒന്നാമനായിക്കൊണ്ട് ഉൾപ്പെടുത്തിയത് എന്നുള്ളതിന്റെ ന്യായീകരണം കൂടെ അദ്ദേഹം കൃത്യമായി കൊണ്ട് നൽകുന്നുണ്ട്. മൈ ചോയ്സ് ഓഫ് മുഹമ്മദ് ടു ലീഡ് ദ ലിസ്റ്റ് ഓഫ് ദ വേർഡ്സ് മോസ്റ്റ് ബൈ അതേഴ്സ്. എന്തുകൊണ്ട് പ്രവാചകനെ ഒന്നാമനായി തിരഞ്ഞെടുത്തു എന്നുള്ളത് ഒരുപക്ഷെ ഇത് ായ ആളുകൾ ചോദ്യം ചെയ്തേക്കാം. അവരതിനെ എനിക്കെതിരെയുള്ളതായ നിരൂപണമായി കൊണ്ട് എടുത്തേക്കാം. But he was the only man in history who was മതനിരപേക്ഷ മേഖലകളിലെല്ലാം തന്നെ ഒരേപോലെ സ്വാധീനം ചെലുത്തിയതായ ലോക വ്യക്തിത്വങ്ങളിൽ അദ്ദേഹം മാത്രമേ ഉള്ളൂ. അദ്ദേഹവും കൂടി ഉണ്ട്. അദ്ദേഹം മികച്ചവനാണ്, അല്ലെങ്കിൽ അദ്ദേഹമാണ് അവരിൽ ഉന്നതനായിട്ടുള്ളവൻ എന്നല്ല. അദ്ദേഹം മാത്രം ആ വിഷയത്തിൽ പ്രവാചകനോടൊപ്പം നിൽക്കാൻ ലോകത്തൊരു മഹാനും ഉണ്ടായിരുന്നിട്ടില്ല എന്ന് തന്നെ അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്.
ലമാത്തിനും അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരിചയപ്പെടുത്തി ഒരു മനുഷ്യന്റെ മാനവികതയെ അളക്കുന്നതിനുള്ളതായ അളവുകോലുകൾ ഏതൊക്കെ തന്നെയാവട്ടെ by the which human greatness may be measured, ഒരു മനുഷ്യന്റെ മഹത്വം അളക്കുന്നതിനുള്ള അളവുകൾ സ്വീകരിച്ചെങ്കിലും ആ മഹത്വങ്ങളെല്ലാം മികച്ചു നിൽക്കുന്ന ഒരാളെങ്കിലും ലാമാത്തിനാണ് ചോദിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജിന്റെ അതിന്റെ സംരക്ഷണം ഏറ്റെടുത്ത പടച്ച സംരക്ഷണം പൂർണ്ണാവുള്ളൂ എന്നുള്ളത് കൊണ്ട് പ്രവാചകന്റെ ജീവിതവും സംരക്ഷിക്കപ്പെട്ടിരിക്കുമ്പോൾ ആർക്കും നിഷേധിക്കാനാവാത്ത രീതിയിൽ ലോകത്തിന് വരുന്നവർ അവസാനിപ്പിക്കുകയാണ് ഞാൻ. നമ്മുടെ നാട്ടിൽ പോലും നമ്മുടെ കേരളീയങ്ങളെ കടന്നു വരാനുള്ളതായ കാരണമെന്താ? കവി പറയുന്നുണ്ട്, വൃത്തിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ ഉണ്ടാത്തോർ തമ്മിൽ ഉണ്ടാത്തോർ അങ്ങനെ ഒട്ടല്ല ഹോജാതിക്കോമരങ്ങൾ ഐത്തത്തിന്റെ ഐത്ത സമ്പ്രദായം തൊട്ടുകൂടാത്തവർ തീണ്ടൂടാത്തവർ കൺമുമ്പിൽ കാണുന്നത് പോലും ഐത്തമായി കണ്ടിരിഞ്ഞുകൂടി കിടന്നിരുന്നതായ ആ സമൂഹത്ത് കാരണം എന്താ? എത്രയോ ചാരത്തിരുന്നിടാം തെറ്റും പേടിക്കേണ്ട നമ്പൂരേൽപ്പിച്ച് മാറ്റി നിർത്തപ്പെട്ടിരുന്നവരായ ആളുകൾക്ക് ഒന്ന് തൊട്ടവും കൂടാതെ നമ്പൂരിയുടെ സമക്ഷം വരെ വന്നിരിക്കാനുള്ളതായ അവകാശം ലഭിച്ചിരുന്നു എന്ന് അദ്ദേഹം പാടി. പിന്നീട് നമ്മളൊക്കെ മാപ്പിളമാരുമായിട്ട് അറിയപ്പെട്ടത്, തെക്കൻ ജില്ലകളൊക്കെ മാപ്പിളമാരെന്നാണ്. എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് വരച്ചുകഥനങ്ങളുമായി കൊണ്ട് മുന്നോട്ട് പോയാൽ ഇനിയും ഇസ്ലാമിന്റെ ഈ ശീതളച്ചായയിലേക്ക് ആ മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രബോധനം നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ വബറകാതുഹു.